അതിനുശേഷം ഒരുപാട് സിനിമകൾ വേണമെങ്കിൽ മലയാളിയുടെ ഒരു എന്താ പറയണ്ടേ ആ യുവാക്കളുടെ ട്രെൻഡ് സെറ്ററായിട്ട് വേണമെങ്കിൽ ഒരു ഫാഷൻ ഗുരു എന്നൊക്കെ പറയാവുന്ന രീതിയിൽ നദിയെ മാറി. ഈ 2-3 സ്റ്റെപ്പ് സ്ഥിരമായിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ, സ്റ്റാൻഡേർഡ് അന്നത്തെ കാലത്തെ ഫാഷനബിൾ സ്റ്റെപ്പ് ആയിരിക്കും ചിലപ്പോൾ അത്. സിഗ്നേച്ചർ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ അതായിരുന്നു സിഗ്നേച്ചർ സ്റ്റെപ്പ്. ഇതൊക്കെ മക്കളെ ഒന്ന് കാണിച്ച് അവരുടെ സ്വതന്ത്രമായിട്ടുള്ളൊരു അഭിപ്രായം. അവർ ക്രിറ്റിസൈസ് ചെയ്യത്തുള്ളൂ. ഈ കോസ്റ്റ്യൂംസ് ഒക്കെ ആരാണ് സെലക്ട് ചെയ്തത്? കൂടുതലും ഞാൻ തന്നെ സ്വന്തം. ഈ ചോപ്പ് പച്ച അതൊക്കെ ആ കാലഘട്ടത്തിൽ അതൊരു ട്രെൻഡായിരുന്നു. പക്ഷെ അത് മക്കൾക്ക് ഇന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് തന്നെ മനസ്സിലാവില്ല. ഞാനിപ്പം പഴയ പടങ്ങൾ കാണുമ്പോൾ എന്തൊക്കെ കോസ്റ്റ്യൂമാണ്. എന്തായാലും മലയാളത്തിൽ ഉദിച്ച് പിന്നീട് തമിഴ്, തെലുങ്ക്, അങ്ങനെ തെന്നിന്ത്യയിലേക്ക് തെന്നി നടന്നു. സെറീന പോയി. ഒരു പേരുകൾ ഒരുപാടുള്ളതുകൊണ്ട് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നദിയുടെ അഭിനയ ജീവിതത്തിൽ ഇനി പിന്നീട് ഒരു 4-5 വർഷക്കാലം 4 വർഷക്കാലം ഫസ്റ്റ് ഓൺലി ഒരു 4 years. പക്ഷെ പിന്നീട് മലയാളത്തിൽ കുറച്ച് കോൺസെൻട്രേഷൻ തമിഴിലേക്കും തെലുങ്കിലേക്കും പോയി അല്ലേ? തമിഴ് തെലുങ്കിലേക്കാണ് കുറച്ച് അട്രാക്ഷൻ വന്നത്. വൈ ഇസ് ഇറ്റ്? എന്ത് പറ്റി? ഇറ്റ് ഈസ് നോട്ട്. ഞാൻ മലയാളം ചെയ്യുമ്പോൾ ആ കാലത്ത് എനിക്ക് തോന്നുന്നു എനിക്കൊരു 9-10 പടങ്ങളെ ഞാൻ മലയാളത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പൂവേ പൂച്ചവ തമിഴിൽ വന്നപ്പം ഞാൻ ചോദിച്ച ചോദ്യമാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ചോദിക്കാൻ പറ്റിയ ഒരാളൂടെ ഉണ്ട്. അദ്ദേഹം ഇപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്നോട് വലിയ വിഷമമായിരിക്കും. അദ്ദേഹം ചോദിക്കട്ടെ. നമ്മൾ പണ്ട് കണ്ടറിഞ്ഞു എന്നൊരു പടത്തിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്, കണ്ടറിഞ്ഞത്. പിന്നെ കുറേ നാളത്തേക്ക് നമ്മൾ കണ്ടില്ല. പിന്നെ കണ്ടറിയാൻ പറ്റിയത് വധു ഡോക്ടറാണ് എന്ന് പറയുന്ന പടത്തിൽ മൃഗഡോക്ടറായിട്ട് അഭിനയിക്കുന്നു. സാധാരണ മലയാള പടങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാതെ അന്യഭാഷാ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതിൻ്റെ കാരണം എന്താണ്? സന്ദർഭമില്ലാത്തതുകൊണ്ടാണോ അതോ മനഃപൂർവ്വമാണോ എന്തെന്ന് അറിഞ്ഞാൽ കൊള്ളാം. മലയാളത്തിൽ അധികം ശ്രദ്ധിക്കാതെ അന്യഭാഷകളിലേക്ക് എന്തുകൊണ്ട് നദിയെ പോയി എന്നാണ് 2 ചിത്രങ്ങളില്ലേ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നല്ലേ? അതെ. അതിൽ വധു ഡോക്ടറിൽ നല്ല റോളായിരുന്നു. നല്ല റോളായിരുന്നു മാളക്കുണ്ട് അല്ലേ? രസകരമായിട്ടുള്ള റോള്. നല്ല സബ്ജക്റ്റ് ആയിരുന്നു ആക്ച്വലി. മൃഗഡോക്ടറെ കൊണ്ട് മനുഷ്യനെ ചികിത്സിപ്പിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ വളരെ രസകരമായിട്ടുള്ള രംഗങ്ങളാണ്. ഇതിലെ കോമ്പിനേഷൻ നല്ല രസകരമായിരുന്നു അല്ലേ? എല്ലാവരും നല്ല സെൻസ് ഓഫ് ഹ്യൂമർ എപ്പോഴും വിറ്റടിച്ചുകൊണ്ടിരിക്കുന്ന